നമസ്കാരം. കഴിഞ്ഞ ദിവസം മുതൽ വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങൾ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു യുവതി പരാതി നൽകുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിരവധി വീഡിയോകൾ ചെയ്തതിന്റെ ഭാഗമായിട്ട് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സംവിധാനം അടക്കമുണ്ടായി. പെൺകുട്ടിയെ അധിക്ഷേപിച്ചു, ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പെൺകുട്ടി പരാതി നൽകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുകയും തെളിവ് സഹിതം അവരെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ലാപ്ടോപ്പിൽ നിന്ന് ലഭിച്ച പെൺകുട്ടിയുടെ ഫോട്ടോ സഹിതമുള്ള കാര്യങ്ങൾ രാഹുൽ ഈശ്വർ കൈവശം വെച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്തത് എന്നതടക്കം കണ്ടെത്തിയിട്ടാണ് കഴിഞ്ഞ ദിവസം പോലീസ് കോടതി 14 ദിവസത്തേക്ക് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. അങ്ങനെ കസ്റ്റഡിയിലെടുത്ത അപ്പോൾ മുതൽ തന്നെ നിരാഹാര സമരം തുടരും എന്നുള്ള തീരുമാനത്തിലായിരുന്നു രാഹുൽ ഈശ്വർ. അതിന്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ ശാരീരിക അസ്വസ്ഥത ഉണ്ടാകുകയും ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കണ്ട സാഹചര്യമാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ ദൃശ്യങ്ങളിലൂടെ കണ്ടത്. ആശുപത്രിയിൽ നിന്നും ക്ഷീണിതനാണെങ്കിൽ പോലും തന്റെ സമരം തുടരുകയാണ് എന്നും തന്റെ മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ശക്തമായിട്ടുള്ള ഒരു സ്വീകാര്യത വേണം എന്ന തരത്തിലൊക്കെ തന്നെയാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ സമരങ്ങൾ തുടരുന്നത്. വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങൾ എന്ന് തന്നെ പരാമർശിച്ചുകൊണ്ടാണ് ഇത്തരം രാഹുൽ ഈശ്വറിന്റെ പ്രവർത്തനങ്ങളെ മാധ്യമങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും കേസിൽ നിർണായകമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരു നടപടിയില്ല എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ കോടതിയിൽ ഇപ്പോൾ തന്നെ ചർച്ച ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായിട്ടുള്ള ബലാത്സംഗ കേസിലെ പരാതിക്കാരിയായ യുവതിയെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ തള്ളി എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. രാഹുൽ ഈശ്വറിനെ നാളെ വൈകിട്ട് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വിവരം. ഇതിൽ വളരെ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് 3 ദിവസത്തേക്ക് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ വേണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. ആ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പോലീസുമായി സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. ഏത് വിധേനയും ഈ തെളിവ് ശേഖരിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അന്ന് രാഹുൽ ഈശ്വറിന്റെ വീട്ടിലെത്തിയപ്പോൾ എല്ലാ കാര്യങ്ങളും നൽകാൻ അല്ലെങ്കിൽ തെളിവുകൾ താൻ ഒളിപ്പിച്ചു വെക്കുന്നു എന്നതടക്കമുള്ള ലൈവ് അടക്കം വിട്ടുകൊണ്ട് രാഹുൽ ഈശ്വറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇതിനിടയിൽ പോലീസ് ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ നൽകാമെന്നും പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് തനിക്ക് യാതൊരു എതിർപ്പുമില്ല എന്നും ഒക്കെയുള്ള രീതിയിലാണ് രാഹുൽ ഈശ്വർ പ്രതികരിച്ചത്. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വറിന്റെ ഭാര്യ മലയാളി വാർത്തയോട് പ്രതികരിച്ചത് ഏത് വിധേനയും രാഹുൽ ഈശ്വറുമായി ബന്ധപ്പെട്ട് കോടതിയില് പോലീസ് ആക്ച്വലി ഇന്ന് കസ്റ്റഡി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഹാജരാക്കിയത്. ഇപ്പൊ 3 ദിവസത്തെ കസ്റ്റഡിയാണ് ചോദിച്ചിരിക്കുന്നത്. 3 ദിവസത്തെ കസ്റ്റഡി എല്ലാ ഡിവൈസസ് എല്ലാം പരിശോധിക്കാനും ഓഫീസൊക്കെ പരിശോധിക്കാനും എന്നൊക്കെയാണ് പറഞ്ഞ് ചോദിച്ചത്. അപ്പൊ നമ്മള് ആർഗ്യൂ ചെയ്തെന്ന് വെച്ചാൽ അതിന് 3 ദിവസത്തിന്റെ ആവശ്യമില്ല എന്നൊരു ആർഗ്യുമെന്റ് വെച്ച് നമ്മള് 3 days കസ്റ്റഡി ആവശ്യമില്ല എന്ന് പറഞ്ഞു. അവർ പറയണത് ഇനി പബ്ലിഷ് ചെയ്യാത്ത വീഡിയോസ് ഉണ്ടാവുമോ എന്നൊക്കെ നോക്കാനൊക്കെയാണ്. എനിക്ക് തോന്നുന്നില്ല അതൊന്നും വാലിഡ് ആണെന്ന്. എന്തായാലും കോടതി പറഞ്ഞു ഒരു 1 day നാളെ വൈകിട്ട് 5 മണി വരെ. അപ്പൊ ഇന്നും നാളെ 2 days, നാളെ വൈകിട്ട് 5 മണി വരെ കസ്റ്റഡി എന്ന് പറഞ്ഞു. ഇനി ജാമ്യാപേക്ഷ നമ്മള് ഇനി മൂവ് ചെയ്യല്ലേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പോ നമ്മള് നാളെ വൈകുന്നേരം വരെ കസ്റ്റഡി അല്ലേ. അപ്പൊ ഇനി അത് മറ്റന്നാള് മൂവ് ചെയ്ത് എടുക്കാമെന്നല്ല. അല്ല, വെള്ളിയാഴ്ച ആയിരിക്കും മിക്കവാറും വെള്ളിയാഴ്ച ആയിരിക്കും. നാളെ വൈകിട്ട് 5 മണി വരെയല്ലേ ഇത്. അപ്പൊ ഇന്ന് തന്നെ മൂവ് ചെയ്യും. അപ്പൊ ഫ്രൈഡേ എടുക്കാൻ. നിരാഹാരം തുടരുകയാണ്. ഫുഡും വാട്ടറും രണ്ടും ഇൻടേക്ക് ഇല്ല. വെള്ളവും ആഹാരവും കഴിക്കുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് സെൻട്രൽ പ്രിസണിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഡോക്ടറിന്റെ സൂപ്പർവിഷൻ വേണമെന്ന് പറഞ്ഞത്. അപ്പൊ അത് അങ്ങനെ കൊണ്ടുപോകും. ജാമ്യാപേക്ഷ തള്ളിയിട്ട് ആദ്യത്തെ തള്ളൽ മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ. ആദ്യത്തെ ബെയിൽ ആപ്ലിക്കേഷൻ ഡിസ്മിസ് ചെയ്തു. അതിനെതിരെ നമ്മൾ സെഷൻസ് കോടതിയിൽ കേസ് നമ്മൾ ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശം അനുസരിച്ച് സെഷൻസ് കോടതിയിൽ നീക്കിയതിന് ശേഷമാണ് വരണമെന്നുള്ളൊരു നിയമം ഉള്ളതുകൊണ്ട് അതിന്റെ പശ്ചാത്തലത്തിലാണ് ബെയിൽ ആപ്ലിക്കേഷൻ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ മൂവ് ചെയ്തു. ഇൻ ദ മീൻ ടൈം അവര് പറഞ്ഞു, പോലീസ് മാധ്യമങ്ങൾ വഴി ഞങ്ങൾ അറിയുകയുണ്ടായി അവര് കസ്റ്റഡി ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുവാണ്.
അത് ഞാൻ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ടുഡേ മൂവിങ് ചെയ്യാം. ഇതിന്റെ അപ്ഡേറ്റ് കിട്ടുവാൻ വേണ്ടി ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് അതിന്റെ ആപ്ലിക്കേഷന്റെ ഫോർമാറ്റ് കോപ്പി കിട്ടി. അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നത് 3 ദിവസത്തെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ കസ്റ്റഡി വേണമെന്നാണ് പോലീസ് ചോദിച്ചേക്കുന്നത്. ഞങ്ങൾ അതിനെ എതിർത്തു. കാരണം എന്ന് വെച്ചാൽ 3 ദിവസത്തെ അന്വേഷണത്തിന്റെ കാര്യമില്ല. അദ്ദേഹത്തിന് ഒരു വീടും ഒരു ഓഫീസും മാത്രമേ ഉള്ളൂ. അവിടെ പരിശോധിക്കുന്നതിന് അത് തിരുവനന്തപുരത്തുള്ളത് തന്നെയാണ്, വേറെ എങ്ങും പോകണ്ട. തിരുവനന്തപുരത്തുള്ള സ്ഥലങ്ങൾ പോയി പരിശോധിക്കുന്ന 3 ദിവസത്തെ ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു 1 ദിവസത്തെ ഞങ്ങൾ സഹകരിക്കാൻ റെഡിയാണ്, 1 ദിവസം കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ കോടതി അതിന് തക്കതായ രീതിയിൽ 2 പേർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ നാളത്തേക്ക്, അതായത് നാളെ 5 മണി വരത്തേക്ക് കസ്റ്റഡി കൊടുക്കുവാൻ തീരുമാനിച്ചു. 1 ദിവസത്തെ, ഇന്നും നാളെ. പറയുന്നത് കേട്ടോ, അതായത് ഇനിയും വീഡിയോസ് ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ അത് എന്നതടക്കം പരിശോധിക്കാനാണ്. ഞങ്ങള് വീഡിയോസ് തയ്യാറാക്കി വെക്കേണ്ട കാര്യമില്ലല്ലോ. രാഹുൽ ഈശ്വറിന്റെ സ്വഭാവം അറിയാവുന്ന എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ അപ്ലോഡ് ചെയ്യുന്ന ആളാണ്. രാഹുൽ ഈശ്വറിന്റെ സ്വഭാവം അറിയാവുന്ന അങ്ങനെ രഹസ്യമാക്കി വെക്കില്ല. അദ്ദേഹം നിയമം അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം ഇതുവരെ ഞാൻ അദ്ദേഹത്തിന്റെ ഈ കേസ് നീക്കുന്നതിന് മുമ്പേ, ജാമ്യാപേക്ഷ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ അദ്ദേഹത്തിന്റെ ഫുള്ള് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ വന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതിനകത്തൊന്നും ഈ വിക്ടിമിന്റെ പേര് പറഞ്ഞിട്ടില്ല. ഒരു ഫോട്ടോ അപ്ലോഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെയാണ്. അത് ഐഡന്റിഫിക്കേഷൻ വെളിപ്പെടുത്തുന്നതല്ല. പിന്നെ അദ്ദേഹത്തിന് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം നടത്താനുള്ള അധികാരമുണ്ട്. ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ രാജ്യമാണല്ലോ. ഈ ജനാധിപത്യ രാജ്യത്തില് വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം നടത്താനുള്ള അധികാരമുണ്ട്. അപ്പോൾ അതിനെ എതിർക്കുന്നവരെല്ലാം ഇവിടെ ജയിലിടുക എന്ന് പറയുന്നത് മോശമല്ലേ? ഈ പേര് പറഞ്ഞ് പരാമർശിച്ചിട്ടില്ല എങ്കിൽ പോലും അതിജീവിതയിലേക്ക് എത്താനുള്ള ഹിന്റ് കൊടുത്തിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്കാം എന്ന് പറയുന്നുണ്ട്. അതിൽ കൃത്യമായിട്ട് ആ ചിത്രം ആ സമയത്തുണ്ടായിരുന്നു. അതായത് പബ്ലിഷ് ചെയ്തോ? ഇല്ല എങ്കിലും അതിന് തുടക്കം രാഹുൽ ഈശ്വറിന്റെ ഒരു പോസ്റ്റാണ്. ചെയ്തിട്ടില്ലല്ലോ. അത് വേണമെങ്കിൽ അത് എടുത്ത് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് എത്രയോ കല്യാണ ഫോട്ടോ മറ്റു കാര്യങ്ങളും കാണുന്നുണ്ട്. അതെല്ലാം ഏകദേശം ആ സമയമടക്കം പരാമർശിച്ചുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. മേഘയ്ക്ക് പോലീസ് അങ്ങനല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. പോലീസ് പറഞ്ഞിരിക്കുന്നത് അവരുടെ ഐഡന്റിറ്റിയെ റിവീൽ ചെയ്തെന്നാണ് പറഞ്ഞത്. എവിടെ റിവീൽ ചെയ്തു അത് പറ. ഐഡന്റിറ്റി പക്ഷേ മനസ്സിലാവുന്ന തരത്തിൽ പരാമർശം നടത്തി എന്നത് ഇല്ല. അങ്ങനെ പറയണ്ടില്ലല്ലോ. പോലീസിനില്ലാത്ത കേസില്ലല്ലോ. പോലീസ് അങ്ങനെ സംഗതി വന്നിട്ടില്ല. മനസ്സിലാകുന്ന തരത്തിൽ എന്നുള്ള രീതിയിലുള്ള സംഗതികൾ വന്നിട്ടില്ല. ഈ പോലീസിന്റെ കാര്യം പറയുമ്പോഴാണ് രാഹുൽ ഈശ്വർ അവിടുന്ന് ഇറങ്ങി വരുന്ന സമയത്ത് പോലും പറയുന്നുണ്ട്, അതായത് കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു അറസ്റ്റ് ആണ് ഇത്. സെക്ഷൻ 35 പ്രകാരം BNS, അതായത് പണ്ട് ക്രിമിനൽ പ്രൊസീജിയർ BNSS പ്രകാരം ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ഈ ഇദ്ദേഹത്തിന്റെ ഒഫൻസ് നിങ്ങളൊന്ന് ആലോചിക്കണം. അതായത് 7 years, ലെസർ ദാൻ 7 years ആണ്. അതായത് 7 വർഷത്തിൽ താഴെയുള്ള ഒഫൻസാണ് അദ്ദേഹം ചെയ്തേക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു നോട്ടീസ് സെർവ് ചെയ്ത് നിങ്ങൾ ഇന്ന സമയത്ത് വന്ന് ആരാകണമെന്ന് പറഞ്ഞാൽ അവർ മാന്യമായിട്ട് ചെയ്യും. ഇത് വീട്ടിൽ ഒരു കള്ളനെ പോലെ ചെന്ന് പിടിക്കുകയും അവരെ പിടിച്ച് ഇറക്കിക്കൊണ്ട് വരികയും ചെയ്യുന്നത് അത് മോശമായി പോയി. എന്താ വെച്ചാൽ അതുപോലുള്ള ഹീനിയസ് ആയിട്ടുള്ള ക്രൈം ചെയ്തിട്ടില്ല അദ്ദേഹം. സെക്ഷലി പിന്നെ നോൺ ബെയിലബിൾ ആയിട്ട് ഇട്ടേക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് എന്താ, 75(1). അത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സെക്ഷലി മാർക്ഡ് റിമാർക്സ് എവിടെ ഞങ്ങൾ പറഞ്ഞേക്കുന്നു? അദ്ദേഹത്തിന്റെ ഏതെങ്കിലും വീഡിയോ സെക്ഷലി മാർക്ഡ് എന്ന് പറഞ്ഞാൽ വളരെ മോശകരമായിട്ടുള്ള പദപ്രയോഗങ്ങൾ നടത്തുന്ന ആൾക്കാരെയാണ്. അതുവഴി ഈ വിക്ടിമിന് അവമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പോലും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. പോലീസിന് അത് പറഞ്ഞിട്ടില്ല.